1983 പത്മരാജൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ള സിനിമയാണ് കൂടെവിടെ. മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ 3 പേരുമാണ് പ്രധാന കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. വാസന്തി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ കഥയെ അടിസ്ഥാനമാക്കി പത്മരാജൻ സംവിധാനം ചെയ്തിട്ടുള്ള, തിരക്കഥ ചെയ്തിട്ടുള്ള സിനിമ കൂടിയാണിത്. മാത്രമല്ല റഹ്മാന്റെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ്. പുള്ളിക്കാരൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ്. ഈ ഒരു സിനിമയ്ക്ക് പല പല കാലഘട്ടങ്ങളിൽ പലരും പല രീതിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല അഭിപ്രായങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം എല്ലാവരും ഒരുപോലെ പറയുന്ന സംഭവമാണ് നായിക കഥാപാത്രമായിട്ടുള്ള മമ്മൂട്ടി ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ തോമസ് വളരെയധികം ടോക്സിക് ആണ്, ടോക്സിസിറ്റി പ്രകടമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടോക്സിക് മസ്കുലിനിറ്റി പ്രകടമാക്കുന്നു എന്നൊക്കെ. ആ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. സിനിമ ഞാൻ കുറച്ച് മുൻപ് ഒന്നുകൂടി കണ്ടിരുന്നു. അപ്പോഴും എനിക്ക് ഇതേ അഭിപ്രായം തന്നെയാണ് ആ ഒരു കഥാപാത്രത്തെ കുറിച്ചുള്ളത്. പക്ഷെ കുറച്ചും കൂടി അഭിപ്രായത്തിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ പറയാം. അതിനു മുൻപായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വരാം. ഈ സിനിമയെ കുറിച്ച് എല്ലാവരും മമ്മൂട്ടിയുടെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ മാത്രമാണ് ഒബ്സർവ് ചെയ്യുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനകത്ത് ഏറ്റവും അധികം അത്ഭുതമായി തോന്നിയിട്ടുള്ളത് സുഹാസിനി ചെയ്തിട്ടുള്ള നായിക കഥാപാത്രമായിട്ടുള്ള ആലീസ് ആണ്. ആലീസ് ഞാൻ കാണുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് ഞാൻ പറയും. അതായത് നമ്മളൊക്കെ ഫെമിനിസം എന്താണെന്ന് പറയുന്നതിന് മുൻപ്, ഫെമിനിസം എന്താണെന്ന് പഠിക്കുന്നതിന് മുൻപ്, സിനിമകളിലൂടെ കാണിക്കുന്നതിനൊക്കെ മുൻപായിട്ട് തന്നെ പത്മരാജൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് 1983 ഇപ്പൊ ഞാനൊക്കെ ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ആ ഒരു ഫെമിനിസം എന്താണെന്ന് ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെ വ്യക്തമായി കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം ഇത്രയ്ക്ക് ഭംഗിയായിട്ട് പ്രകടമാക്കുന്ന മറ്റൊരു സ്ത്രീ കഥാപാത്രത്തെയും ആ ഒരു കാലഘട്ടത്തിലെ ഒരു സിനിമയിലും ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത്ര കാലം കണ്ട സിനിമകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം എല്ലാ സിനിമകളിലും ഫെമിനിസം പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പലപ്പോഴും ട്രെൻഡ് പിടിച്ചു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവരും ഫെമിനിസം പറയുന്നു, എന്നാൽ സിനിമയിലെ നായിക ഫെമിനിസ്റ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിക്കുന്നു എന്നല്ലാണ്ട് അതിനോടൊന്നും ഒരു ആത്മാർത്ഥതയില്ല. നമ്മൾ മാറുന്ന കാലത്തിനനുസരിച്ച് മാറി മാറി പോവാന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷെ ആ കാലത്തുള്ള ആലീസ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു സ്വഭാവ രീതി സിനിമ കണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും. അവർക്ക് എന്ത് പറയണമെന്ന് കൃത്യമായിട്ട് എല്ലായിടത്തും അറിയാം. അവർ അവരുടെ അഭിപ്രായം എവിടെയും കൃത്യമായിട്ട് കാണിച്ചിരിക്കും, പറഞ്ഞിരിക്കും. പുരുഷന്റെ കാൽച്ചുവട്ടിലല്ല സ്ത്രീയുടെ ലൈഫ് എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അവളുടെ മേൽ അധികാരം കാണിക്കാൻ ശ്രമിക്കുന്ന പുരുഷനെ അവിടെ നിയന്ത്രിക്കാൻ അവർക്കറിയാം. എല്ലാത്തിനും ഒരു അതിർവരമ്പ് അല്ലെങ്കിൽ ഒരു രേഖ വരയ്ക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. സിനിമയിലെ നായികയായിട്ടുള്ള ആലീസ് സ്കൂൾ ടീച്ചറാണ്. അതുപോലെ തന്നെ നായകനായിട്ടുള്ള മമ്മൂട്ടി ചെയ്തിട്ടുള്ള തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ആർമി ഓഫീസറാണ്. ആലീസിന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആണ് തോമസ്. ആലീസും തോമസും തമ്മിൽ ആദ്യമേ വലിയ സൗഹൃദം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിടയിലെ പ്രണയം അവർ പറഞ്ഞിട്ടില്ല. ഒരു നിശബ്ദമായിട്ടുള്ള പ്രണയം കാണിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആലീസിന്റെ സ്കൂളിലേക്ക് രവി പുത്തൂരാൻ എന്ന് പറയുന്ന ഒരു കുട്ടി വരുന്നത്. ആ കുട്ടിയായിട്ടാണ് റഹ്മാൻ വരുന്നത്. ആ ഒരു കുട്ടിയോട് തുടക്കത്തിൽ ആലീസിന് ചെറിയ അനിഷ്ടമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ആ ഒരു കുട്ടിക്ക് ഒരു അമ്മയുടെ സ്നേഹമാണ് ആലീസ് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് അമ്മയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആലീസ് ആ സ്നേഹം കൊടുക്കുന്നു. അവർ തമ്മിൽ അടുക്കുകയാണ്. അതേസമയം തന്നെ അപ്പുറത്ത് ആലീസിന്റെ ബ്രദർ ഒരു ആക്സിഡന്റിൽ മരിക്കുന്നു. അതിനുശേഷമാണ് ആലീസിനും ഈ തോമസിനും ഇടയിലുള്ള പ്രണയത്തെ കുറിച്ച് അവർ തുറന്നു പറയുന്നത്. ആ ഒരു ബ്രദറിന്റെ മരണമൊക്കെ കഴിഞ്ഞ് ആലീസ് ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കുന്ന തോമസ് എന്ത് ചെയ്യുന്നു, ആലീസുമായിട്ടുള്ള കല്യാണം വീട്ടുകാർക്ക് വിളിച്ചു വരുത്തി അതൊക്കെ പറഞ്ഞു ഉറപ്പിക്കുകയാണ്. പക്ഷെ അവർ കല്യാണത്തിലേക്ക് പോകാൻ വേണ്ടി 1 വർഷം എടുക്കാണ്. അതിനിടയിൽ തന്നെ തോമസ് എന്ത് ചെയ്യുന്നു, പതിയെ പതിയെ അയാളുടെ ഉള്ളിൽ ആ ടോക്സിക് ക്യാരക്ടർ ഒക്കെ പുറത്തേക്ക് എടുത്ത് ആലീസിനെ ബുദ്ധിമുട്ടിക്കുന്നു. അയാൾ ഒരു ടോക്സിക് ആയിട്ടുള്ള മനുഷ്യനാണെന്ന് ആലീസ് തിരിച്ചറിയുന്ന ഒരു നിമിഷം വെച്ച് പുള്ളിക്കാർ തന്നെ പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറയാണ്, ഈ കല്യാണത്തിന് എനിക്ക് ഒന്നുകൂടി ചിന്തിക്കണം, മുൻപോട്ട് പോകണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കണം എന്ന് പറയുന്നു. ഒരു പക്ഷേ ഈ കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല എന്നുള്ള സൂചന കൂടി കൊടുക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ആലീസും രവി പുത്തുര എന്ന് പറയുന്ന ആ സ്റ്റുഡന്റ് തമ്മിലുള്ള അടുപ്പം കണ്ട് തോമസിന് ഭയങ്കരമായിട്ട് അസൂയ വരുന്നു. ആ അസൂയയുടെ മേലാണ് അയാൾ ഇത്രയും ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളതെല്ലാം. അവസാനം ആലീസ് ഇങ്ങനെയെല്ലാം തീരുമാനം എടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, രവി പുത്തൂരാനും തോമസും തമ്മിൽ ചെറിയൊരു വാക്തർക്കം ഉണ്ടാവുന്നു. അതിന്റെ ഇടയിൽ തോമസ് മൂലം രവി പുത്തൂരാൻ മരിക്കുന്നു. ഇത്രയുമാണ് ഇതിന്റെ കഥ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ തോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ടോക്സിക് മസ്കുലിനിറ്റി പ്രകടമാക്കുന്നു എന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സിനിമ തുടങ്ങി 59 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇയാൾ ഒരു ടോക്സിക് ആണെന്നുള്ള സാധനം നമുക്ക് പതിയെ പതിയെ മനസ്സിലാവുന്നത്. അയാളുടെ എമ്പതി ഇല്ല എന്ന് മനസ്സിലാവുന്നത്. ആലീസിന്റെ ബ്രദർ മരിക്കുന്നു. ആ ബ്രദർ മരിച്ച് അന്ന് രാത്രി തന്നെ യാതൊരുവിധ എമ്പതിയും ഇല്ലാണ്ട് ആലീസിന്റെ മുമ്പിൽ ഇരുന്ന് അയാൾ ആ ഒരു മരണത്തെ വിവരിക്കുന്നുണ്ട്. ആ വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇയാൾക്ക് ലാക്ക് ഓഫ് എമ്പതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന്. അയാൾക്ക് എമ്പതി ഇല്ല. അങ്ങനെ പിന്നീട് പോകുന്ന സമയത്ത് അയാൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ അയാൾ ആ സ്ത്രീകളെ എല്ലാം ഒരു ചരക്കായിട്ടാണ് പറയുന്നത്. ചരക്ക് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളെ കുറിച്ച് അയാളുടെ കാഴ്ചപ്പാട് മോശമാണെന്ന് മനസ്സിലാക്കുന്നു.
അതേപോലെ തന്നെ അയാൾ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ചിന്തകളിൽ അയാൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, മദ്യപിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി ക്രിസ്ത്യാനികൾക്കൊക്കെ സ്ത്രീകളെ അടക്കി വെക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്, ഭരിക്കാൻ അറിയാമെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അയാൾ എല്ലാവിധ ടോക്സിസിറ്റിയും പ്രകടമാക്കിയിട്ട് അവസാനം ആലീസിനെ കൊണ്ട് മാപ്പ് വരെ പറയിപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള തെറ്റിന് പോലും ആലീസിനെ കൊണ്ടാണ് മാപ്പ് പറയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഇപ്പൊ നോക്കുമ്പോൾ തോന്നുന്നത് ഇത് ഒരു പക്ക ഈ പറയുന്ന പോലെ തന്നെ ഉള്ള ഒരു ടോക്സിക് മസ്കുലിനിറ്റി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇതിനകത്ത് കാണാൻ പറ്റുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് എമ്പതി ഇല്ല, ബ്ലെയിം ചെയ്യുന്നുണ്ട്, മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള അസൂയ കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ട്, എക്സ്പ്രഷൻസ് ഇമോഷൻസ് കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീ എന്റെ കാൽച്ചുവട്ടിൽ വരണം, ഞാനാണ് അധികാരി, നിങ്ങളെല്ലാം അടിമ എന്നുള്ള മനോഭാവം കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കാണിക്കുമ്പോൾ ഇന്ന് എനിക്ക് നോക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇപ്പൊ ഞാൻ പറയുന്നു, ഒരു പക്ക നാർസിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾക്ക് ഒരു മൂവിക്കകത്ത് കാണണമെങ്കിൽ ഈ സിനിമയിൽ മമ്മൂട്ടി ചെയ്തിട്ടുള്ള കഥാപാത്രത്തെ കണ്ടാൽ മതി. അപ്പൊ എനിക്ക് ഇപ്പൊ സത്യത്തിൽ അത്ഭുതമാണ് വരുന്നത്. നമ്മൾ ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് സിനിമകളിൽ കാണുന്നത്, ഇപ്പോഴാണ് പഠിക്കുന്നതൊക്കെ പലരും വിചാരിക്കുമെങ്കിലും അന്ധകാലത്ത് തന്നെ നമ്മള് പത്മരാജനൊക്കെ വളരെ ഭംഗിയായിട്ട് നാർസിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടറിനൊക്കെ ഏറ്റവും വൃത്തിക്ക് അയാൾ എവിടെ മുതൽ ടോക്സിക് ആവുന്നു, എവിടെ വരേക്കും അത് അവസാനിക്കും എന്നൊക്കെ വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി നായികയായിട്ടുള്ള നമ്മുടെ ആലീസിന്റെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ, ആലീസ് നോ പറയേണ്ട എല്ലായിടത്തും തുറന്നടിച്ചതുപോലെ നോ പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെ ഞാൻ മറ്റൊരു മലയാള സിനിമയിലും ഇതുവരെ കണ്ടിട്ടില്ല. നോ എവിടെ പറയണമോ അവിടെ മടി കൂടാതെ പറഞ്ഞിരിക്കും. അവരെ ഔട്ടിങ്ങിന് വേണ്ടി നായകൻ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ നോ പറയും. അവർക്ക് നായകന്റെ പെരുമാറ്റത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി പറയും, എനിക്ക് ഈ പെരുമാറ്റം പ്രശ്നമാണെന്ന് പറയും. ഈ വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ എനിക്ക് ചിന്തിക്കണമെന്ന് പറയുകയാണെങ്കിൽ ഒന്നിനും പേടിയില്ല, എല്ലാം തുറന്നടിച്ച് പറയുന്നു. തെറ്റുകൾ തിരുത്താൻ വേണ്ടി അവർ തയ്യാറാവുന്നു. ഒരു പുരുഷന്റെ കാൽച്ചുവട്ടിൽ നിൽക്കാൻ തയ്യാറാവുന്നില്ല. എല്ലാം ഈ ആലീസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളിലെല്ലാം ആ രീതിക്ക് തന്നെ ചിന്തിക്കുന്നുണ്ട്, ആ രീതിക്ക് തന്നെ നിലപാടെടുക്കുന്നുണ്ട്. സിനിമയുടെ അവസാനത്തിൽ പോലും നായകനെ വേണ്ട എന്നുള്ള പുള്ളിക്കാരുടെ തീരുമാനം പോലും വളരെ സ്ട്രോങ് ആണ്. ഒരിടത്ത് പോലും വൾണറബിൾ ആയിട്ട് ആ ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവർ ആശങ്കപ്പെടുന്നുണ്ട്, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷെ അവിടെ പോലും അവർ തീരുമാനം എടുക്കുന്നുണ്ട്. എവിടെയും ഇതെല്ലാം കണ്ട് സഹിച്ച് തകർന്നിരിക്കുകയല്ല ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ ക്യാരക്ടർ പ്രശ്നമാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രം ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്നത്. ആലിസ് എന്ന് പറഞ്ഞ കഥാപാത്രം വളരെയധികം നിരീക്ഷണ ബോധമുള്ള ഒരു കഥാപാത്രമാണ്. നമ്മുടെ നായകനായിട്ടുള്ള തോമസ് ഒരു ദിവസം രാത്രി മദ്യപിച്ച് വന്നിട്ട് ഈ ക്യാരക്ടറോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. പിറ്റേ ദിവസം തോമസ് പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഒരു നിമിഷം ഞാനൊരു ഭർത്താവിന്റെ അധികാരം എടുത്തു എന്ന് പറയുന്ന സമയത്ത് പുള്ളിക്കാർ തിരിച്ചു ചോദിക്കുന്നത് എന്താണ്, ഓ ഇതാണോ ഭർത്താവിന്റെ അധികാരം എന്നാണ് ചോദിക്കുന്നത് പരിഹസിച്ചുകൊണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതേപോലെ തന്നെ വിവാഹത്തിന് മുൻപ് എന്റെ ലൈഫിൽ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് വിവാഹത്തിന് മുമ്പ് നിങ്ങളുമായിട്ട് അത്തരത്തിലൊരു ബന്ധത്തിന് താല്പര്യമില്ല തുടങ്ങി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ആലീസിനെ തകർക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് തോമസിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത്. സോ എങ്ങനെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോഴും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ആലീസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ കഥാപാത്രം എന്ന്. ആരും പറഞ്ഞാൽ എവിടെയും കണ്ടിട്ടില്ല, പക്ഷെ ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടറും ഇതുപോലെ തന്നെ വളരെയധികം ടോക്സിക് ആണ്, നാർസിസിസ്റ്റിക് ട്രേറ്റ്സ് പ്രകടമാക്കുന്ന കഥാപാത്രമാണെന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. അതാരും ഇതുവരെ എവിടെയും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, പത്മരാജൻ ജീവിച്ചിരുന്നു എങ്കിൽ അദ്ദേഹത്തെയൊക്കെ വിളിച്ച് ചോദിക്കായിരുന്നു സത്യമാണോ എന്ന്. എന്തായാലും ഒരു കഥാപാത്രത്തെ ഇത്രയും ഭംഗിയായിട്ട് പോർട്രേ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ഈ സിനിമയുടെ ക്യാമറ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷാജിയൻ കരുണാണ്. നമ്മുടെ വാനപ്രസ്ഥം സിനിമയുടെ ഒക്കെ സംവിധായകനാണ്. അപ്പം അന്ധകാലത്ത് ഷാജിയൻ കരുണൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജോൺസൺ മാഷാണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകളല്ലേ ചെയ്തു വെച്ചത്. അതേപോലെ തന്നെ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ പോലും ഇക്കാലത്തും വളരെയധികം കണ്ടിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള സിനിമയാണ്. ആരെങ്കിലും ഒക്കെ കാണാത്തതുണ്ടെങ്കിൽ ഈ സിനിമ ഒന്ന് പോയി കാണാം. നിങ്ങൾ പറ്റുമെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന്റെ ഒരു സൈഡിൽ നിന്ന് മാത്രമായിട്ട് നോക്കാണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ സുഹാസിനി ചെയ്തിട്ടുള്ള ആലീസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കൂടി ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഈ ഫെമിനിസം എന്ന് പറയുന്ന വാക്ക് എന്താണ് ആക്ച്വലി, അത് സ്ത്രീ പുരുഷ സമത്വം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റുക, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുക, അഭിപ്രായങ്ങൾ പ്രകടമാക്കാൻ പറ്റുക, അഭിപ്രായ സ്വാതന്ത്ര്യം കാണിക്കുക, അതൊക്കെയാണ്. അപ്പൊ ആ രീതിക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ആലീസ് എന്ന് പറയുന്ന കഥാപാത്രം പക്ക ഫെമിനിസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. സോ സിനിമ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർ പോയി കണ്ടിട്ടും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി.